എൻസൈക്ലോവിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രമേഹ രോഗികൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. പ്രമേഹം നമുക്കറിയാം ആഗോളതലത്തിൽ തന്നെ മുന്നിട്ട് നിൽക്കുന്ന ജീവിതശൈലി രോഗമാണ്. പ്രമേഹം രക്തത്തിലെ ഗ്ലൂക്കോസ് നില ഉയർത്തുന്നു എന്നത് മാത്രമല്ല, പ്രശ്നം ഒരുപിടി അനുബന്ധ ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും അസുഖങ്ങളിലേക്കുമെല്ലാം തന്നെ പ്രമേഹം വ്യക്തികളെ നയിക്കാറുണ്ട്. ജീവിതശൈലി രോഗമായതിനാൽ തന്നെ ജീവിത രീതികൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ ഒരു പരിധിവരെ പ്രമേഹത്തിനെ തടയുവാനും സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് ഡയറ്റിലാണ് കാര്യമായ ശ്രദ്ധ നൽകേണ്ടത്. ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും നിയന്ത്രിക്കുകയും ചിലത് ഡയറ്റിൽ ചേർക്കുകയും വേണ്ടിവരാം. എന്തായാലും പ്രമേഹ രോഗികൾ കൂടുതൽ വെള്ളം കുടിക്കണമെന്ന് എപ്പോഴും ആളുകൾ പറഞ്ഞത് നിങ്ങൾ കേട്ടിരിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ ചെയ്തിട്ടുണ്ടോ? പ്രമേഹമുള്ളവരുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് അമിതമായിട്ട് കാണുമെന്ന് പറഞ്ഞുവല്ലോ. ഈ അമിതമായിട്ടുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുന്നത് മൂത്രത്തിലൂടെയാണ്. ഇങ്ങനെ മൂത്രത്തിലൂടെ ഗ്ലൂക്കോസ് ശരിയാവും വിധം പുറന്തള്ളപ്പെട്ട് രക്തത്തിലെ ഗ്ലൂക്കോസ് നില നിയന്ത്രിച്ച് നിലനിർത്തണമെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം കൂടുതലായിട്ട് അകത്തെത്തേണ്ടതാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ നിർജ്ജലീകരണത്തിനുള്ള ഡീഹൈഡ്രേഷൻ അഥവാ ശരീരത്തിൽ ജലാംശം കുറയുന്ന അവസ്ഥ സാധ്യതയും കൂടുതലാണ്. ഈ പ്രശ്നം ഒഴിവാക്കുന്നതും എപ്പോഴും വെള്ളം കുടിക്കണം. അതോടൊപ്പം തന്നെ പ്രമേഹ രോഗികളിൽ നിർജ്ജലീകരണം സംഭവിച്ചാൽ ഗ്ലൂക്കോസ് നില ഉയരും. ഇക്കാര്യം പ്രധാനം തന്നെ. ഭക്ഷണത്തിന് ശേഷം എപ്പോഴും നമ്മൾ വെള്ളം കുടിക്കാറുണ്ട്. എന്നാൽ പ്രമേഹ രോഗികൾ ഭക്ഷണത്തിന് അല്പം മുമ്പും വെള്ളം കുടിച്ച് ശീലമാക്കുക. അതുപോലെ ജലാംശം കാര്യമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് ഫ്രൂട്ട്സും കഴിക്കാവുന്നതാണ്. അതേസമയം മധുരമേറിയിട്ടുള്ള പഴങ്ങൾ അധികമാകാതെയും ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളം കുടിക്കാൻ മടിയുള്ളവർക്കോ മറവിയുള്ളവർക്കോ റിമൈൻഡർ വയ്ക്കുകയോ അതോടൊപ്പം തന്നെ കയ്യിൽ ബോട്ടിൽ എപ്പോഴും കരുതുകയോ ചെയ്യാവുന്നതാണ്. അതുപോലെ സ്പൈസസോ ഹെർബോ ചേർത്ത് തിളപ്പിച്ച വെള്ളമാണ് എങ്കിൽ അത് സ്വാഭാവികമായിട്ടും കുടിക്കാൻ താല്പര്യം കൂടുന്നതാണ്. അതിനാൽ പ്രമേഹമുള്ളവർക്ക് ഇങ്ങനെയും കുടിവെള്ളം തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.